Students, we discuss the 5 questions. Okay. The concept explain. Okay. The questions are latest integer function, modulus function, fractional power function, and all the functions. In the domain, we questions one by one. First question. They are given y is equal to 2 times latest integer function plus. Given that as y is given as 2 times latest integer function of x plus 3. Then again y is given as 3 times latest integer function of x minus 4 plus 5. Latest integer function of x plus y. This is the value of equation 1 and equation 2. Okay. Y ആണ് ഇവിടെയും y ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ അതിന്റെ മുമ്പ് നമുക്ക് ഈ y നെ ഇങ്ങനെ എഴുതാം. y is equal to 3 times നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം latest integer function of x minus latest integer. Okay. ഇത് പോസിബിൾ ആണ്. Using the problem. ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ എഴുതാം 3 times greatest integer function of x minus 3 into ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇതിന്റെ വാല്യൂ 2 ആണ് plus 5. Right. So this is equal to 3 times latest integer function of x minus 1. ഇതും നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് 1. So y യുടെ വാല്യൂ ആണ് 2 times latest integer of x plus 3. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 times latest integer of x plus 3. ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. This is equal to x ന്റെ വാല്യൂ എത്ര വരും? അപ്പോൾ നമുക്കറിയാം x ന്റെ വാല്യൂ ആക്ച്വലി 4 and 5. So 4 less than or equal to x less than 5. x ന്റെ വാല്യൂ. ഇനി നമുക്ക് y യുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? y എന്ന് പറഞ്ഞാൽ എന്താണ്? 2 times box x plus 5. So this will be 2 times. ഇയാളുടെ വാല്യൂ എത്രയാണ്? 4 ആണ് plus 3. So that is equal to 8 plus 3. Okay. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x plus y. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഈ ഇക്വേഷൻ കൊടുക്കാം. That is 4 less than or equal to x less than 5. അപ്പോൾ നമ്മൾ എല്ലായിടത്തും y ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ y ആഡ് ചെയ്തു. ഇവിടെ y ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ y ആഡ് ചെയ്യാം. y യുടെ വാല്യൂ എത്രയാ? y യുടെ വാല്യൂ നമുക്കറിയാം 11 ആണ്. So 4 plus 11 less than or equal to x plus y less than 5 plus 11. അപ്പോൾ എത്ര കിട്ടും? 16 less than or equal to x plus y less than 16. Okay. അപ്പോൾ ഇനി ബോക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇവിടെ ബോക്സ് ഇടാം. ഇവിടെ ബോക്സ് ഇടാം. So clearly the value of box x plus y that is equal to. ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ നമുക്ക് ഡൊമൈൻ കണ്ടുപിടിക്കാം ഓഫ് 1 by square root ഫംഗ്ഷൻ. സ്ക്വയർ റൂട്ടിനകത്ത് ഇത്ര സാധനം വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ is always greater than or equal to 0. Since square root is a positive quantity, right? Or we can say it is non-negative. പക്ഷേ ഈ സംഭവം ഡിനോമിനേറ്റർ ആണ് കിടക്കുന്നത്. അപ്പൊ എന്താണ് ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പം ഈ ഡിനോമിനേറ്ററിലെ ഇയാളുടെ വാല്യൂ this is not equal to 0. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്താണ് ഈ സംഭവം ഡിനോമിനേറ്ററിലെ ഈ സംഭവം that is greater than 0. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? നമുക്ക്
ഇവിടെ എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷൻ modulus of greatest integer of x, right? Minus പക്ഷെ ഈ എക്സിനും മോഡൽ, that is modulus of greatest integer of mod x minus 5. Then modulus is closed. Minus 11. This should be greater than 0. Okay, 0 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വന്നാൽ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആവും. അപ്പൊ നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ സ്ക്വയർ റൂട്ടിനകത്തുള്ള സംഭവം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ സാറ്റിസ്ഫൈ ബോത്ത് ദിസ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? Minus 5. This is great, this modulus greater than 11. അപ്പോൾ ഇതിന് ഒരു മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഈ മോഡുലസ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? Greatest integer of x minus 5. This is greater than 11. Or we can write this is less than minus 11. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് ഗ്രേറ്റർ ദാൻ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചത്? ഇങ്ങനെ എഴുതാം. That is less than minus 11. ഓക്കെ, ഇയാളുടെ വാല്യൂ നമുക്കറിയാം 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ modulus of x that is greater than 16. 11 plus 5. ഇയാളുടെ വാല്യൂ 5. അതുപോലെ തന്നെ ഇയാളെ എങ്ങനെ എഴുതാം? നമുക്ക് that is less than minus 11 minus plus 5 plus 5. So this becomes greater function of mod x that is greater than 16, or this value and less than minus 16. Right. So, greatest integer of 16 ഒക്കെയാണ് കൂടുതലാണ് പറയുന്നത്. അത് എത്രയാണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എഴുതാം mod x that is greater than or equal to 17. Okay. ഇയാൾ എങ്ങനെ എഴുതാം? mod of x that is less than minus. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? This is x is greater than or equal to 17. Here x is less than or equal to minus 17. Right. ഇവിടെ എന്താണ്? This is a positive quantity. ഇത് നെഗറ്റീവ് ആണ്. മോഡുലസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഈ കേസ് പോസിബിൾ അല്ല. This is not. So x ന്റെ വാല്യൂ എങ്ങനെയാണ്? So we can say x belongs to minus infinity to minus 17 from x ന്റെ വാല്യൂ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം. ഈ മൂന്നാമത്തെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഞ്ച് കാണാൻ. ഫംഗ്ഷന്റെ റേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് y. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം y is equal to x minus box x divided by 1 plus x minus box x. ഇനി നമുക്കറിയാം any real number x can be written as a sum of greatest integer function plus fractional part function. This is a fractional part function. അപ്പൊ ഇതിന് നമുക്ക് എന്ത് എഴുതാം? x minus box x that is equal to the fractional part of x. The property number is y is equal to fractional part of x divided by 1 plus fractional part of x. അങ്ങനെ എങ്ങനെ എഴുതാറോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാം. So I can write 1 by y that is equal to 1 plus fractional part of x divided by fractional part of x.
which can be written as 1 by fractional part of x plus 1. Okay. Or I'm going to write 1 by y minus 1. That is equal to 1 by fractional. This implies 1 minus y by y. That is equal to 1 by fractional part of x. Okay. Or we can write this as fractional part x. That is equal to y divided by 1. ഇയാളുടെ വാല്യൂ എത്രയാണ്? ഫ്രാക്ഷണൽ പാർട്ടിന്റെ വാല്യൂ എപ്പോഴും ലൈസ് ബിറ്റ്വീൻ 0 and 1. 0 ആവാം, പക്ഷെ 1 ആവാൻ പറ്റില്ല. ഇതാണ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന്റെ വാല്യൂ. ഓക്കെ, അത് നമുക്ക് ഈ റിലേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇയാൾക്ക് പകരം എന്ത് എഴുതാം? y ഡിവൈഡ് ബൈ 1 മൈനസ് y ലെസ് ദാൻ. ഇത് നമുക്ക് y യുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? y by 1 minus y greater than or equal to 0. ഇതുകൊണ്ട് y greater than. ഇനി നമുക്ക് എഴുതാം y by 1 minus y is less than or y less than 1 minus y. So we can write 2y less than 1 or y less than 1. So y is greater than or equal to 0 and less than 1. So rate, that's why it belongs to closed interval 0. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ f of x തന്നിട്ടുണ്ട്, g of x തന്നിട്ടുണ്ട്. വേറെ ഐഡന്റിക്കൽ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്, അല്ലേ? What is an identical function? F and g, that is f of x is equal to g of x. That is identical. So the domain of f is equal to domain of g. Similarly, range of f, that is equal to range of g. And codomain of f, that is equal to codomain of g. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഐഡന്റിക്കൽ ആണ് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് 1 by 1. ഇത് തന്നിരിക്കുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എത്രയാണ്? f of x. അത് എത്രയാണ്? log x minus 1 minus log x minus 1. This is the difference of two functions. ഇയാളെ ഡൊമൈൻ എത്രയാണ്? x greater than 1. ഇയാളെ ഡൊമൈൻ x greater than 2. അപ്പൊ ഇതിന്റെ രണ്ടും ഇന്റർസെക്ഷൻ വരുമ്പോൾ നമുക്ക് പറയാം x is greater than. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്ത ഫംഗ്ഷൻ എന്താണ്? log x minus 1 divided by x plus 2. ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാം. ഇതിന്റെ ഡൊമൈൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ കണ്ടീഷൻ എന്താ? ലോഗിനകത്ത് എന്ത് വന്നാലും അത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഈ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടണം? നമ്മുടെ ടേണിംഗ് പോയിന്റ് ഇവിടെ എത്രയാ? -2 ആണ്. ഓക്കെ, ഞാൻ ഓപ്പൺ ഫോളോ ആണ് ക്വസ്റ്റ്യൻ. അതാണ് ഒരിക്കലും -2 ആവില്ല. -2 ആകുമ്പോൾ അത് അൺഡിഫൈൻഡ് ആവും. 1 ആവാൻ പാടില്ല. 1 ആകുമ്പോൾ പ്ലസ് മൈനസ്. So where is the value of x? X is positive for in this region. X is positive. In this region also x is positive. Right. So x is less than -2. Union x greater than 1. Done in the domain. ഈ ഫംഗ്ഷൻ ഡൊമൈൻ ഇതാണ്. അപ്പൊ കോമൺ ഡൊമൈൻ അങ്ങനെ പറയാം. കോമൺ ഡൊമൈൻ is x greater than 2. So we can say x belongs to open interval 2 to. So option ഏതാ? C is the ഇനി നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് g of x and f of g. അതാണ് അതിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. f എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് f of x എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. g എന്ന് പറഞ്ഞാൽ മോഡുലസ്. g of x is equal to നമ്മൾ കാണാൻ പോകുന്നത് g of f of
minus 5 by 3 minus f of 0 f of minus 5 by 3 that is the latest integer function of minus 5 by 3. That is equal to minus 5 by 3 is approximately equal to minus 1.67. The value is equal to minus 2. Okay. അപ്പോൾ നമുക്ക് ഇയാൾ എങ്ങനെ എഴുതാം? G of minus 2 minus ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. G of minus 5 by 3 അത് പറഞ്ഞാൽ പറയാം modulus of minus 5 by 3 ആണ്. അത് പറഞ്ഞാൽ 5 by 3 5 by 3 പറയുമ്പോൾ 1.67 അല്ലേ? അപ്പോൾ ഇതിന്റെ വാല്യൂ 1.67. So f of 1.67, right? So g of minus 2 പറഞ്ഞാൽ mod of minus 2 minus latest integer of 1.67. So mod of minus 2 പറഞ്ഞാൽ 2 minus 1 that is 1. So 1 ആണ് answer. ഇതൊരു 1. Okay, option A is right. Okay, അപ്പോൾ നമ്മൾ 5 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ലേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ അതുപോലെ തന്നെ കോമ്പോസ്റ്റ് ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടി ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തു. This question is very useful for JEE main and also for we will discuss more questions in the sessions. Okay, thank you.